ഹലോ ഗായ്സ്, മുത്തുപിരിയാണ്. കുത്തുപിരിയാണിയോ? എടി മുത്തുപിരിയാണെന്ന്. അരപ്പിരിയല്ല, ഇത് മുഴുപ്പിരിയ. എടി ചുമ്മാ ഇരിക്കും, എന്റെ വീവേഴ്സ് കാണുന്നെന്ന്. ഞാനും നിങ്ങളുടെ അമ്മ അടങ്ങുന്ന 3 പേരല്ലേ നിങ്ങളുടെ വീവേഴ്സ്. ആന്നടി, ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിന്റെ ചാനലിന്റെ വരുന്ന ഉണക്ക മുന്തിരി അല്ലേ? എന്റെ ചാനലിന് ഞാൻ പുതിയ പേരിട്ടി. എന്തോ പേരാ? ബദാങ്ക. നോക്കിയ, ഇനി നിന്റെ ഉണക്ക മുന്തിരിയുടെ മുകളിലായിരിക്കും എന്റെ ബദാങ്ക. കേറൊക്കെ കണ്ടോണം. ഭയങ്കരമായിട്ട് കേറും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് പറയാൻ പറ്റാത്തോണ്ട് മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങാത്തൊരു മനുഷ്യനായത്. ആരാ ഈ പറയുന്ന? എടി 7ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അച്ഛന്റെ പേര് ഇംഗ്ലീഷ് എഴുതണമെന്ന് പറഞ്ഞപ്പോ അത് അറിയാത്തതിന് അനാഥൻ എഴുതി വെച്ചോണ്ട് പറയുന്ന കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. നിങ്ങൾ പിന്നെ എന്തോത്തിന് എന്നെ കെട്ടിയത്? നിന്റെ അച്ഛൻ ഒരാൾ കാരണം. നിന്റെ അച്ഛൻ പറഞ്ഞ് നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ കിടുക്കൊരു വീടും 10 ഏക്കറും തരാന്ന്. ചെന്നപ്പോ ഒരു മാട്ട വീട് 10 ഏക്കർ എവിടെ നിന്ന് ചോദിച്ചാ പറയണേ അതവരുടെ വീട്ടുപേരാണെന്ന്. 10 ഏക്കർ. എന്റെ തറവാടിനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഓ, ഇവിടെ തറവാട്. അതിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇവിടെ ആരുമില്ലേ, ഇങ്ങനെ ഒരു അടി അടിച്ചാൽ ഒരു ചണച്ചാക്ക് വന്നങ്ങ് വീട്. അതാണ് ഫ്രണ്ട് വാതില്. അവളുടെ കൂടുതൽ വർത്താനം അങ്ങോട്ട് പറയല്ലേ. കൊച്ചിയുടെ കാര്യം അങ്ങനെ. കൊച്ചിയിലെ കാര്യം അങ്ങനെ. ഇപ്പൊ കൊതുകടി കുറവുണ്ട്, പിന്നെ മെട്രോ ആയി കൊന്നു. കൊച്ചി ഭയങ്കര വികസനമായിട്ടുണ്ട്. അതല്ല ചോദിച്ചത്, നമ്മുടെ കൊച്ചിന്റെ കാര്യം അങ്ങനെ. നമ്മുടെ കൊച്ചിന്റെ കാര്യം തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചെന്റെ കൂടെ, ശനിയും ഞായറും കൊച്ചു നിന്റെ കൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ ഐറ്റം വേറെയും ശനി ഞായറും സ്മാർട്ട് ഷോയോ? ഇതെന്തോന്ന്, ഇത് ടി വി ഷോയോ? ആന്നടി, ഇപ്പൊ ഞാൻ ഐറ്റം വേറെ ആടി 2-3 ദിവസം കൊണ്ട്. അതെന്താ കാര്യം? ആൾക്കാർ എന്നെ കാണുമ്പോ ഭയങ്കര ചിരി. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിരിക്കണം, നിങ്ങളെ കാണുമ്പോ ചിരിക്കണം. അമ്മാതിരി കോപ്പറായിവാ നിങ്ങൾ ഈ വീട്ടിൽ കാണിക്കുന്നേ. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അമ്മാവനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മാവൻ ഇപ്പൊ എത്തും. വരണം. ഇപ്പൊ ഒരു 3ാമത്തെ എൻട്രിക്ക് പറ്റിയ സമയം. അമ്മാവൻ വരണം, ഞാൻ വെയിറ്റിംഗിലാണ്. അമ്മാവൻ വരട്ടടി. വെറും അമ്മാവനല്ല, വക്കീൽ അമ്മാവൻ. വരട്ടടി, നിന്റെ അമ്മാവൻ വരട്ടെ. അമ്മാവൻ വരട്ടെ. ആരാ? ഞാനാ. ഈ ലക്കത്തെ ആന വന്ന് വായിച്ചിട്ടാ മൂലക്കെങ്ങനെ. അയ്യോ, ഞാനെന്ന്. ഇവിടെ ഭഗീരഥ മാമൻ എന്താണെന്ന് അറിഞ്ഞൂടെ? ഭഗീരഥ മാമൻ എന്താണെന്ന് അറിഞ്ഞൂടെ? നനഞ്ഞു കഴിഞ്ഞ ഭഗീരഥ മാമൻ ചോദിക്കും. അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ അന്തസ്സം. ഭഗീരഥ മാമൻ ഇവളുടെ മാമനാണ്. എല്ലാവർക്കും ഭയങ്കര പേടി. ജ്ഞാനിയാണ്. പക്ഷെ എനിക്കൊരു പേടിയില്ല. കേസില്ലാത്ത വക്കീലെ ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല. അങ്ങനെ പറയണമെങ്കിൽ എന്റെ മരുമോള് പറയണം. ഇറങ്ങിപ്പോടാ വെളിയില്. ഇറങ്ങിപ്പോടാ വെളിയില്. ഇങ്ങോട്ട് കാണിച്ചപ്പോ അമ്മാവന്റെ നെഞ്ച് കിടുങ്ങിപ്പോയി. നോക്ക് മാമ, ചെലവിന് തരുന്ന എന്നെ എടാ പോടാന്ന് അവള് വിളിക്കുന്നുണ്ടോ? മാമൻ വന്നപ്പോ എനിക്കൊരു ധൈര്യമായി. അത്ര തന്നെ. ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞ മാമ, തൊട്ടേനും പിടിച്ചതിനും എല്ലാം പ്രശ്നങ്ങളാണ്. എന്തിനാണ് തൊടാനും പിടിക്കാനൊക്കെ പോണത്? മാമന്റെ ലൈഫ് തന്നെ കണ്ടില്ലേ മാമ? ഇവള് കണ്ണ് തെറ്റിക്കഴിഞ്ഞ ഓരോരുത്തന്മാരുമായിട്ട് ഭയങ്കര റീൽസ് വീഡിയോ എടുക്കലാണ് മാമ. തന്നേടി സത്യം. ഈ ഇടയ്ക്ക് എന്നെ ഇറച്ചി വെട്ടുന്ന കാതറ്. അപ്പൊ എന്നെ കണ്ടാ മൈൻഡ് ചെയ്യൂല. അവൻ എവിടെന്നാന്ന് പറഞ്ഞ ഒരു ആടിന്റെ കരളും എടുത്തോണ്ട് ഈ 2 കൂടി വാഴപ്പണ പോയിന്ന് പാട്ട്. കരളേ കരളിന്റെ കരളി. അതും പോട്ടെ, വേറെ ഉണ്ട്. പാൽക്കാരന്റെ ഒരു കുപ്പി പാലും മേടിച്ച് 2 കൂടി പാല് തറയിൽ ഒഴിച്ചിട്ട് 2 കൂടി അവിടെ കിടന്നോട്ട് പാൽ നിലാവിലും ഒരു നൊമ്പരം. ഇതെല്ലാം 3ാമതൊരെണ്ണം ഉണ്ട്. ആ മീൻകാരൻ രഘുവിന്റെ എടുത്താ പൊങ്ങാത്ത ഒരു ചൂരയും പിടിച്ചുകൊണ്ട് ഇവരൊരു പാട്ടുണ്ട്. ഏത് പാട്ട്? ചൂരാക്കെ ദിൽ മേരാ. ഈ മുതുകണ്ട കിടന്ന് കാണിക്കുന്നുണ്ടോ? കാര്യം പറയുന്ന മാമ നോക്ക്, ഇവളീ കണ്ടവന്മാർ കൂടെ എല്ലാം റീൽസ് എടുക്കുന്നു. എന്റെ കൂടെ ഒരു വീഡിയോ അവക്ക് ചെയ്തൂടെ? ഒരു റീൽസ് ചെറുക്കൻ്റെ കൂടെ ചെയ്തൂടെ കൊച്ചേ? നിനക്ക് ടൈമിംഗ് ഇല്ല മാമ. മാമ 2.5 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് അവള് പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന്. എടി, ആ ഒരേ കാരണം കൊണ്ടാണ് എന്നെ വേണ്ടാന്ന് പറയണത്. മാമ അതുകൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ നാട്ടുകാരെല്ലാരും എടുത്തിട്ട് കാണിച്ച എന്തോന്ന് മാമൻ അറിയാമോ? പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു മാമ. അതെന്തോന്നറിയോ മാമ? ഒരു സായാഹ്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉമ്മറത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് അപ്പുറത്ത് നിന്നങ്ങാണ്ട് ഒരു ശബ്ദം ഇങ്ങനെ അലയടിക്കുന്ന ഒരു ഗാനം. ഈ ഗാനത്തിന്റെ ഉറവിടം തേടി ഞാൻ അവിടെ ചെന്നു. ഗാനം പാടിയ ആളെ ഞാൻ കണ്ടു. ഒന്ന് ആലിംഗനം ചെയ്തു. 3-4 പേരെ എന്നെ അടിച്ചു. വനമുരിക. കണ്ടവന്റെ ഭാര്യയെ കയറി പിടിച്ചിട്ട് എന്ത് കാവ്യാത്മകമായി വർണ്ണിക്കണടാ. ഈ വർഷത്തെ അവാർഡ് നിനക്ക് തന്നെ. ഇത് മാത്രമല്ല മാമ, നമ്മുടെയൊക്കെ കട്ടിലേ മെത്തേഡ് അടിയിൽ നമ്മൾ എന്തോ വെക്കുന്നേ? റേഷൻ കാർഡ്, റേഷൻ ബില്ല്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ആണല്ലോ. ഞാനുടെ മെത്തേഡ് അടിയിൽ എന്തോന്നറിയാവോ? എന്തോന്നാണ് ഇരിക്കുന്നത്? വലംപിരി ശംഖ്, വശീകരണ മന്ത്രം. ഇതൊക്കെ എന്തിനു കൊണ്ട് നടക്കണത്? ഇൻസ്റ്റാഗ്രാമിലെ പെമ്പിള്ളേരെ വളയ്ക്കാനാണെന്ന് മാമ. അത് കണ്ട അവര് വളയുകയും ചെയ്യും. സത്യം സത്യം. മുത്തോ വാങ്ങിച്ച് കൂട്ടും മാമ.
അടിക്കല്ലേ മാമ, അടിക്കല്ലേ. അതല്ല, ഞാൻ 5-6 മാച്ച് കൂട്ടു. ഇത് എവിടെ കിട്ടും? ഇത് ഈ നാട്ടിൽ എവിടെ കിട്ടുന്നത്? ഞാൻ വേഷ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോട്ടെ മാമ, ഇതുവരെ അവള് പറഞ്ഞു കേട്ടു, ഞാൻ ഇതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയാ? ശരി, പറ. കമ. അതല്ല നീ പറയാൻ വന്നത്. പറയാൻ വന്നത് മാമ, എവള് ഞാൻ രാത്രി ആയി കഴിഞ്ഞാ ഭയങ്കര മൊബൈൽ യൂസിങ്ങാ. മൊബൈൽ യൂസിങ്ങാ. പഞ്ചാബി. പഞ്ചാബിയോ? ഫിക്സ്. പഞ്ചാബിയോ? അവരാണ് ഈ സിംഗും സിക്കൊക്കെ ഉള്ളത്. നീ LLB എടുത്തോണ്ട് ഓടിയതല്ലേ മാമ? കള്ളം പറയുന്നത്. കിട്ടിയത് യൂസിംഗ് എന്ന് പറഞ്ഞ 24 മണിക്കൂർ ഇവള് ഫോണിലാണ്. പിന്നെ പോരാത്തന് രാത്രി ആവുമ്പോ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് മാമ ഇവള്. അല്ല മാമ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പരസ്യം കണ്ടു, വാട്സപ്പിലൂടെ എളുപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാന്ന്. അത്ര തന്നെ. രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ കാക്കനാട് ആ വളവിലുള്ള ഷിബു സാർ എന്നെ വിളിച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. LLB പോവാൻ വരട്ടെ. ഞാൻ ഒരു സംശയം എന്ന് മാത്രമേ പറഞ്ഞോളൂ. അവൾ അഡ്രസ് വരെ പറഞ്ഞ കണ്ട ഇവളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും മാമ? മാമ, ഇപ്പൊ ഇയാൾ പറയുന്നത് എന്തോന്നറിയോ? ഞാൻ സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നില്ല. തരുന്നില്ല മാമ, എവിടെ എനിക്ക് സമാധാനം തരുന്നില്ല. കൊടുക്കണില്ലേ കൊച്ചെ സമാധാനം? മാമ കള്ളത്തരം പറയുമ്പോ മാമൻ അറിയാലോ ഞാൻ സ്വസ്ഥതയും സമാധാനം കൊടുക്കുന്ന ഒരാളാണെന്ന്. 6 മണിയാകുമ്പോ രാവിലെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് പോകും. സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തോരം ജോലിയാന്ന് മാമൻ അറിയാമോ? ഇവിടെ ചോറ് വെക്കണം, കറി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് മാമ. രാത്രി 8 മണിക്ക് വരെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തിട്ട് മാമ ഇത് കേക്കും മാമ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് മാമൻ അറിയാമോ? എങ്ങനെ ജീവിക്കണം? അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ജീവിക്കുന്നു മാമ. എന്റെ അടുത്തല്ല ഞാൻ പറഞ്ഞത്, അവന്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ ജീവിക്കണ്ട?